അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്ത്രീകൾ കാൽപാദം മറക്കേണ്ടതുണ്ടോ? വലിയ ചർച്ചയുള്ള വിഷയമാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് സ്ത്രീകൾ കാൽപാദം മറക്കണം, അത് വാജിബാണ് എന്നുള്ളതാണ്. അതിനെ തെളിവായി ധരിക്കുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ജറ സൗബഹു ഖുയല അലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവനെ അള്ളാഹു പരലോകത്ത് നോക്കുകയില്ല എന്ന ഹദീസ് പറഞ്ഞപ്പോൾ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞങ്ങൾ എങ്ങനെയാണ് താഴ്ത്തിയിടുക? ഞങ്ങൾ എങ്ങനെയാണ് നീലക്കുപ്പായം ഇടുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ചാൺ നീലക്കുപ്പായം, അഥവാ സ്ത്രീകൾ മുഖമൊക്കനം ധരിച്ച് നീലക്കുപ്പായമാണ് ധരിക്കുന്നത്, നിസ്കാരക്കുപ്പായം പോലെയോ പർദ്ദ പോലെയോ അങ്ങനെ, അല്ലെങ്കിൽ ശരീരം മറയുന്ന ആ രൂപത്തിലുള്ള നീലക്കുപ്പായം. അപ്പൊ അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു ചാൺ നിങ്ങളുടെ കാൽപാദത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാൽപാദം മറയുമോ നബിയെ? ഞങ്ങളുടെ കാൽപാദം മറയുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു മുഴം എന്ത് ചെയ്തോ, നിങ്ങൾ താഴ്ത്തിയിട്ടോ എന്നാണ്. ലാ യസിദിന അലൈഹി, അതിൽ കൂടുതൽ നിങ്ങൾ താഴ്ത്തേണ്ടതില്ല. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഷിബ്രൻ, ഒരു ചാൺ താഴ്ത്തിയിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, അങ്ങനെ ചാൺ താഴ്ത്തിയിട്ടാൽ കാൽപാദം വെളിവാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ താഴ്ത്തിയിടുക, ഒരു ദിറാ താഴ്ത്തിയിടുക, അതിൽ കൂടുതൽ വേണ്ടെന്നാണ്. അപ്പോൾ കാൽപാദം മറയുന്ന രൂപത്തിൽ ഷോക്സോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെരുപ്പുകളോ ധരിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന കാര്യം നമ്മൾ കൃത്യം മനസ്സിലാക്കുക. നമസ്കാര സമയത്ത് കാൽപാദം മറയുന്ന വേഷം തന്നെയാണ് നമ്മൾ ധരിക്കേണ്ടത്. അത് വാജിബാണെന്നുള്ള അഭിപ്രായമാണ് പണ്ഡിതന്മാർ നല്ല വിഭാഗം പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.